Guten Morgen. Guten Morgen, ma'am. ഗുഡ് മോർണിംഗ് രഞ്ജു ആൻഡ് നീരജ്. നമുക്ക് ഒരു മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ. Okay. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി ഹാവ് വെയിറ്റഡ് ഇനഫ്. സോ ലാസ്റ്റ് രണ്ട് സെഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നത് മെയിൻ ആയിട്ട് ഡാറ്റീവ് റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു.
ഡാറ്റീവ് നമുക്കറിയാം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന സെന്റൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡാറ്റീവും പിന്നെ എങ്ങനെയാണ് ഒരു സെന്റൻസിലെ ഡാറ്റീവ് ഒബ്ജക്റ്റ് കണ്ടെത്തുക എന്നുള്ളതും പഠിച്ചിരുന്നു അല്ലെ. അതായത് ഡാറ്റീവ് ഒബ്ജക്റ്റ് കണ്ടെത്താൻ നമ്മൾ എന്തായിരുന്നു, രണ്ട് മെത്തേഡ്സ് ആയിരുന്നു. ബൈ ലുക്കിംഗ് അറ്റ് ദി verb and preposition in a sentence we can find out the dative object എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നോക്കിയിരുന്നത് പെസോനാൽ പ്രോണോമൻ ഒരു പൊസസീവ് പ്രോണോമൻ ഇംഡാറ്റീവ് ആയിരുന്നു. പെസോനാൽ പ്രോണോമൻ നമ്മൾ ഡാറ്റീവിൽ എങ്ങനെയൊക്കെയാ വരുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ എങ്ങനെയാ പെസോനാൽ പ്രോണോമൻ ഡാറ്റീവ് ആണെന്നുള്ളത് കണ്ടെത്തുക, സെയിം ആസ് നമ്മൾ ഡാറ്റീവ് ഒബ്ജക്റ്റ് കണ്ടെത്തുന്ന സെയിം റൂൾ ആണെന്നുള്ളത് പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് പൊസസീവ് പ്രോണോമൻ ആണ്. പൊസസീവ് പ്രോണോമൻ എന്തായിരുന്നു ഒരു പൊസസീവ് പ്രോണോമൻ എന്ന് വെച്ചാൽ നോ, പൊസസീവ് പ്രോണോമൻ പൊസിഷനാ പറയുന്നത്. ഒരു പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺസ് ആയിരുന്നു പൊസസീവ്. അങ്ങനെ പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺസ് ആയിരുന്നു പൊസസീവ് പ്രോണോമൻ. പൊസസീവ് പ്രോണോമൻ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ജസ്റ്റ് ലൈക്ക് ആർട്ടിക്കിൾസ് പൊസസീവ് പ്രോണോമൻ എൻഡിങ് വരും ഡിപ്പെൻഡിങ് ഓൺ ദി കേസ് ആൻഡ് ജെൻഡർ. ഇത്ര കാര്യങ്ങളാണ് ആസ് ഫാർ ആസ് നൗ നമ്മൾ പഠിച്ചിരുന്നത്. അത് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ ക്ലാസ്സിലുള്ള എക്സസൈസ് ഹോംവർക്ക് ആയിട്ടായിരുന്നു തന്നെ. സോ അവിടെ എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്, ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റൂളാണ്. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. ഡാറ്റീവ് പഠിക്കുന്ന സെയിം ഡേ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. ദാറ്റ് ഈസ്, സപ്പോസ് ഒരു സെന്റൻസ് വിചാരിക്കുക, ഒരു സെന്റൻസ്. ആ സെന്റൻസിൽ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട് വിത്തൗട്ട് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ ഇല്ലാതെ ഒരു സെന്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് വരികയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒക്കോസ് വരുന്ന ഒരു ചോദ്യമാണ്, ഇതിൽ ഏത് ഒബ്ജക്റ്റ് ആണ് അക്വസാറ്റീവ് ആൻഡ് ഇതിൽ ഏത് ഒബ്ജക്റ്റ് ആണ് ഡാറ്റീവ്, അതോ രണ്ടും ഡാറ്റീവ് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും അല്ലെ. ആ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് വാസ് വേം റേഗൽ അല്ലെങ്കിൽ വാസ് വേം റൂൾ. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാസ് വേം റൂൾ അല്ലെങ്കിൽ വാസ് വേം റേഗൽ എന്താണെന്നുള്ളതാണ്. സോ ഇത്രയാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. വാസ് വേം റേഗൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെന്റൻസിൽ പ്രപ്പോസിഷൻ ഇല്ലാതെ രണ്ട് ഒബ്ജക്ട്സ് വരാണ്. ഓക്കെ, ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, വാസ് വേം റീഗൽ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ അക്വസാറ്റീവ് കണ്ടെത്താൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അതുപോലെ വാസ് അല്ലെങ്കിൽ വാട്ട് എന്നുള്ളത് ചോദിക്കും. അതുപോലെ തന്നെ ഡാറ്റീവ് കണ്ടെത്താൻ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു, വേം, ടു അല്ലെങ്കിൽ ഫോർ ഹൂം എന്നുള്ളതായിരുന്നു നമ്മൾ ഡാറ്റീവ് ഒബ്ജക്റ്റ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സോ വാസ് വേം റൂൾ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക പ്രപ്പോസിഷൻ ഇല്ലാതെ രണ്ട് ഒബ്ജക്റ്റ് വന്നാൽ അല്ലെ. ഇനി നമ്മുടെ ഡ്യൂട്ടി എന്താണ്, ഈ രണ്ട് ഒബ്ജക്റ്റിൽ ഏതാണ് ഡാറ്റീവ് ഏതാണ് അക്വസാറ്റീവ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നത് എന്താണ്, വാസ് വേം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ രണ്ട് ഒബ്ജക്റ്റിൽ വാസ് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് എന്തായിട്ട് മാറും, അക്വസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ വേം എന്ന് ആൻസർ ചെയ്യുന്നത് എന്തായിട്ട് മാറും, ഡാറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, സോ ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ വരുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഐ ഷോ മൈ ഹസ്ബൻഡ് ദി ബസ് എന്നാണ് വരുന്നത്. ഐ ഷോ മൈ ഹസ്ബൻഡ് ദി ബസ്. ഇതിലെ നോമിനാറ്റീവ് ആരാണ്, സബ്ജക്റ്റ് ആരാണ്, ഇഷ് എന്നുള്ളതാണ് ഐ. ഇനി അതിൽ വരുന്ന രണ്ട് ഒബ്ജക്റ്റ് ഏതാണ്, മൈ ഹസ്ബൻഡും അതുപോലെ തന്നെ ദ ബസ് എന്നുള്ളത് അല്ലെ. സോ ആ സെന്റൻസിൽ വേറെ പ്രപ്പോസിഷൻ വല്ലതും വരുന്നുണ്ടോ,
മൈ ഇല്ല. മൈ ഇല്ല. വരില്ല. ഇല്ല. പ്രപ്പോസിഷൻ ഇല്ല. മൈ ഈസ് നോട്ട് പ്രപ്പോസിഷൻ, പൊസസീവ് പ്രോണോമൻ ആണ് മൈ. ഓക്കെ. ഓക്കെ, സോ പ്രപ്പോസിഷൻ വരുന്നില്ല. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഇനി നമുക്ക് അറിയില്ല ഈ ഒബ്ജക്റ്റ് എന്താണ്, അക്വസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ എന്നറിയില്ല. അപ്പൊ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യും? വാസ് വേം റൂൾ അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് ഐ ഷോ മൈ ഹസ്ബൻഡ് ദ ബസ് എന്നാണ്. ഇനി വാട്ട് ഈസ് ഈ ഐ എന്നുള്ളവർ കാണിക്കുന്നത് എന്താണ്? വാട്ട് എന്നുള്ളതിന് ആൻസർ വരുന്നത് എന്താണ്? ബസ്. ദ ബസ്. സോ ദ ബസ് നമ്മൾ വാസിന് ആൻസർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞത്? ഏത് കേസ് ആവുന്ന പറഞ്ഞത്? അക്വസാറ്റീവ്. യാ, അക്വസാറ്റീവ്. സോ ദ ബസ് എന്നുള്ളത് എന്തായിട്ട് മാറും? അക്വസാറ്റീവ് ആയിട്ട് മാറും. ഇനി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേം ടു ഹൂം, ആർക്കാണ് കാണിച്ചു കൊടുക്കുന്നത്? മൈ ഹസ്ബൻഡ്. യാ, മൈ ഹസ്ബൻഡ്. വേം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് ഏത് കേസായിട്ട് മാറും? ഡാറ്റീവ് ആയി മാറും. യാ, ഡാറ്റീവ് ആയിട്ട് മാറും. സോ ഇവിടെ വേം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് മൈ ഹസ്ബൻഡ് ആണ്. സോ മൈ ഹസ്ബൻഡ് എന്തായിട്ട് മാറും? ഡാറ്റീവ്. ഡാറ്റീവ് Dative, ഒബ്ജക്റ്റ് right. ആയിട്ട് മാറും. ഇനി നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ടു ഷോ എന്നുള്ളതിന് നമ്മൾ സൈഗൻ എന്ന് പറയും. ഹസ്ബൻഡിന് നമ്മൾ ദേർ മാൻ എന്നുള്ളത് അവിടെ യൂസ് ചെയ്യുന്നത്. ബസ്സിന് ദേർ ബുസ് എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈ ഹസ്ബൻഡ് എന്നുള്ളത് ഡാറ്റീവും ദ ബസ് എന്നുള്ളത് എന്തായിട്ട് മാറും? അക്വസാറ്റീവും ആയിട്ട് മാറും. അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയ മൈ ഹസ്ബൻഡ് എന്നുള്ള അടുത്ത് മൈ എങ്ങനെ വരും? മൈനം. മൈനം. എന്തുകൊണ്ട്? മാസ്കുലിനില് ഡാറ്റീവ് അല്ലെ. സോ ഇഷ് സൈഗ മൈനം മാൻ. ഇനി നമ്മള് അക്വസാറ്റീവ് ഒബ്ജക്ട് വേർ ബുസ് എന്നുള്ളത് എന്തായിട്ട് മാറും? ദെൻ ബസ്. യാ, ദേൻ ബുസ് എന്നായിട്ട് മാറും. സോ ഇറ്റ് വിൽ ബി ഇഷ് സൈഗ മൈനം മാൻ ദേൻ ബുസ് എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയോ? സോ നിങ്ങൾക്ക് ഒരു സെന്റൻസ് കിട്ടുകയാണ്. ആ സെന്റൻസിൽ രണ്ട് ഒബ്ജക്ട്സ് വരുന്നുണ്ട് വിത്തൗട്ട് പ്രപ്പോസിഷൻ. ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട റൂളാണ് വാസ് വെയിം റൂൾ. വാസ് വെയിം റൂൾ എന്താണ് പറയുന്നത്? വാസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് അക്വസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ടും മാറും. വെയിം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ടും മാറും. ഓക്കെ, ലെറ്റ്സ് സീ വൺ മോർ എക്സാമ്പിൾ. ഐ ഗേവ് ദ വുമൻ എ ഷർട്ട് എന്നാണ്. ഐ ഗേവ് ദ വുമൻ എ ഷർട്ട്. ഇവിടെ നോമിനാറ്റീവ് ആരാണ്? ഇഷ്. ഇഷ് അല്ലെങ്കിൽ ഐ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ സെന്റൻസിൽ രണ്ട് ഒബ്ജക്ട്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? The വുമണും woman ഷർട്ടും. and a shirt. ദ വുമൻ ആൻഡ് എ ഷർട്ട് എന്നുള്ളത്. അവിടെ വേറെ പ്രപ്പോസിഷൻ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വാസ് വെയിം റൂൾ അപ്ലൈ. സോ ഇവിടെ വാസ് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഏതാണ്? ഷർട്ട്. Yeah, a shirt. What is he or she giving? A shirt. So a shirt എന്നുള്ളത് എന്തായിട്ട് മാറും? അക്വസാറ്റീവ് ആണ്. അക്വസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇനി നമ്മൾ ചോദിക്കുന്നത് വേം എന്ന ക്വസ്റ്റ്യൻ ആണ്. വേമിന് ആൻസർ ചെയ്യുന്നത് എന്താണ്? ഫോർ ഹൂം is he or she giving the shirt? The Woman. woman. Yeah, the woman. So the woman എന്നുള്ളത് എന്തായിട്ട് മാറും? ഡാറ്റീവ് ആയി മാറും. Yes, very good. ഡാറ്റീവ് ആയിട്ട് മാറും അല്ലെ. സോ നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് ടു ഗിവ് എന്നുള്ളതൊരു ഗീവൻ ആണ്. നമുക്കറിയാം വുമന് ദി ഫ്രൗ, ഷർട്ടിന് ദസ് ഹെംഡ് എന്ന് പറയും നമ്മൾ. ഹെം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു വുമൺ എന്നുള്ളത് ഡാറ്റീവും ഷർട്ട് എന്നുള്ളത് എന്താണ്? അക്വസാറ്റീവും ആണ്. സോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ഇഷ് ഗേബ് ദ ഫ്രൗ ഐൻ ഹെംഡ്. ഇവിടെ ഡാറ്റീവ് ആയ ഈ ഫ്രൗ എന്നുള്ളത് എന്തായിട്ട് മാറി? ദേർ ഫ്രൗ ആയി അല്ലെ. സോ ഇഷ് ഗേബ് ദ ഫ്രൗ ഐൻ ഹെംഡ് എന്ന് വരും. ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ദാറ്റ് ഈസ് മൈ ഫാദർ ബൈസ് മീ എ പെൻ. മാം ഒരു ഡൗട്ട് ഉണ്ട്. ദാസ് ഹെംഡ് എന്നല്ലേ, അപ്പൊ അത് പ്ലൂറൽ അല്ലേ മാഡം? അപ്പൊ ദാസ് ദേർ ആവോ? അതോ അയൻ എങ്ങനെ മാഡം? നോ. ദാസ് ഹെംഡ് ഇസ് നോട്ട് പ്ലൂറൽ. നൊയ്ത്രുമാണത്. ഓക്കെ, നൊയ്ത്രുമാണ്. ദാസ് എന്ന് വെച്ചാൽ നൊയ്ത്രു അല്ലേ. ദി ആണ് പ്ലൂറൽ. ഓക്കെ, നമുക്കറിയാം അക്വസാറ്റീവിൽ മാസ്കുലിനിൽ മാത്രമാണ് ചേഞ്ച്. അതുകൊണ്ടാണ് അത് ഐൻ ഹെംഡ് ആയത്. ഓക്കെ, നോയ്ത്രുമിലൊന്നും ചേഞ്ച് വരുന്നില്ല. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ ഈസ് മൈ ഫാദർ ബൈസ് മീ എ പെൻ എന്നാണ്. മൈ ഫാദർ ബൈസ് മീ എ പെൻ. ഈ സെന്റൻസിൽ രണ്ട് ഒബ്ജക്ട്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? My father and my pen. And father. എങ്ങനെയാണ് മൈ? ഓക്കെ,
എങ്ങനെയാണ് മൈ ഫാദർ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറിയത്? അപ്പോ ഓക്കെ, അത് ആ ക്വസ്റ്റ്യൻ മീയും പെന്നും, സോറി. മീ ആൻഡ് പെൻ. മൈ ഫാദർ എന്നുള്ളത് അപ്പൊ അവിടെ എന്താണ്? സബ്ജക്റ്റ് ആണ്. ഈ ആക്ഷൻ ചെയ്യുന്നത് ആരാണ്? ആരാണ് പോയി My father. Hello? Am I audible, guys? No, Emma. No. Yeah. Okay, fine. സോ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഈ സെന്റൻസിൽ മൈ ഫാദർ ബൈസ് മീ എ പെൻ. അപ്പൊ ഇതില് സബ്ജക്റ്റ് ആരാണ്? Subject is my father. മൈ ഫാദർ. എന്തുകൊണ്ട് മൈ ഫാദർ എന്നുള്ളതാണ് അവിടുത്തെ ഡൂവർ. സോ ഹി ഈസ് ദി സബ്ജക്ട് അല്ലെ? അപ്പൊ അവിടെ വരുന്ന ഒബ്ജക്ട് ഏതായിരുന്നു? വൺസ് അഗെയിൻ Me മീ and a pen. മീ ആൻഡ് എ പെൻ എന്നുള്ളതാണ് അവിടുത്തെ ഒബ്ജക്ട്സ്. ഇനി അവിടെ പ്രപ്പോസിഷൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യും? വാസ് വേം റീഗൽ. വാസ് വേം റീഗൽ അപ്ലൈ ചെയ്യും. സോ വാസ് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് ഏത് ഒബ്ജക്റ്റ് ആയിരുന്നു ഇതില്? വാട്ട് ഈസ് ദി ഫാദർ ബൈ? പെൻ. സോ a pen എന്നുള്ളത് എന്തായിട്ട് മാറും? അക്യൂസാറ്റീവ്. അതുപോലെ തന്നെ for whom is he buying a pen? Me. me. So me എന്നുള്ളത് എന്തായിട്ട് മാറും? Dative. Dative ആയിട്ട് മാറും. സോ സെന്റൻസ് വരുന്നത് നമ്മള് ടു ബൈ എന്നുള്ളതിന് കൗഫിന് പറയും. പെന്നിന് ദേ കൂഗൽ ഷൈബർ. ദേ കൂഗൽ ഷൈബർ എന്നുള്ളതാണ് പെന്നിന് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം മീ എന്നുള്ളത് ഡാറ്റീവും പെൻ എന്നുള്ളത് അക്യൂസാറ്റീവുമാണ്. സോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മൈൻ ഫാദർ കൗഫ്ഡ്. ഇനി ഡാറ്റീവില് മീ എന്നുള്ളത് എങ്ങനെയായിരുന്നു പറയാം? എന്ന് പറയും. അതുപോലെ തന്നെ ദേർ കൂഗൽ ഷൈബർ. ആ പെൻ എന്നാവുമ്പം ഇങ്ങനെയായിട്ട് മാറും. അക്യൂസാറ്റീവ് മാസ്കുലിൻ എ ഐനൻ എന്നായിട്ട് മാറും. സോ ഇറ്റ് വിൽ ബി മൈൻ ഫാദർ കൗഫ്ഡ് മിയ ഐനൻ കൂഗൽ ഷൈബർ എന്ന് വരും. മൈൻ ഫാദർ കൗഫ്ഡ് മിയ ഐനൻ കൂഗൽ ഷൈബർ. സോ വൺസ് അഗെയിൻ നമുക്ക് വാസ്റ്റ് വേം റീഗൽ നോക്കാം. വാസ്റ്റ് വേം റീഗൽ സിംപ്ലി പറയുന്നത് ഇത്രയാണ്. നിങ്ങൾക്ക് ഒരു സെന്റൻസ് കിട്ടുകയാണ്. ആ സെന്റൻസിൽ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട് വിത്തൗട്ട് പ്രപ്പോസിഷൻ. ആ ഒരു സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂളാണ് വാസ്റ്റ് വേം റീഗൽ. വാസ് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്ന ഒബ്ജക്ട് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ടും വേം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്ന ഒബ്ജക്ട് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ടും മാറും. അങ്ങനെയാണ് നമ്മൾ രണ്ട് ഒബ്ജക്ട്സിന്റെ കേസ് കണ്ടെത്തുക. ഇത്രയാണ് ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയോ? എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? യു ക്യാൻ ആസ്ക് മീ നൗ. ഇല്ല, ക്ലിയർ. അതേഴ്സ് ഓൾസോ. അഖിൽ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ ജോയിൻ ആയ? ക്ലിയർ ആണോ അഖിൽ? ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ഡു സം എക്സസൈസസ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്. താഴെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. Try to apply Vasvem rule Vasvem regal in these sentences. Okay, and find out accusative and dative object. Okay. I'll give you 10 minutes. 10 minutes ഉള്ളിൽ തന്നെ ചെയ്യാൻ നോക്കുക. Now it is 10:20, 10:30 ആകുമ്പോഴേക്ക് ചെയ്യാൻ നോക്കുക. Okay. എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ.
Okay, guys, completed. Done. Completed. No. Or do okay. Okay, fine. I'll give 5 more minutes. Pettannu.
Okay, now completed. Done. That's it. Okay, then let's discuss. Yeah, Renju, first one. Okay. Ma'am, first is air Wunschet, air einen Fischerfly, Flug. Okay. Erwünscht ihr einen sicher flight ആണല്ലേ പറഞ്ഞ? Yes, ma'am. ഓക്കെ, അല്ലെങ്കിൽ ടു വിഷ് എ ഗുഡ് ഫ്ലൈറ്റ്, a സേഫ് ഫ്ലൈറ്റ് എന്നുള്ളതിന് നമുക്ക് ഗുഡ് എന്നും യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ einen ഗുഡ് ഫ്ലൂഗ് എന്നും പറയും. ഓക്കെ, സോ erwünscht ihr einen ഗുഡ് ഫ്ലൂഗ്. ഗുഡ്. ഇനി സെക്കൻഡ് വൺ അർഷദ്. Wie schickt him eine Geschenk? ഗഷിങ്ങിന്റെ കൂടെ വന്ന ആർട്ടിക്കിൾ once again. Ein Geschenk. Okay, sehr gut. Sie schickt ihm ein Geschenk. Sehr gut. Neeraj, third one. Ich kann dir ein schön Hotel empfehlen. Yeah. Ich kann dir ein schön Hotel empfehlen. Sehr gut. Yeah. Again, Renju, fourth one. Meiner Mutter backt mir ein Kuchen. Okay. ഫസ്റ്റ് മുട്ടറിന്റെ കൂടെ എന്താ വന്നത്? മൈനർ ആണോ? മൈനർ അല്ല, മൈന. നോമിനാറ്റീവ് ആണ് മൈന മുട്ടർ. ഓക്കെ, ഇനി മൈന മുട്ടർ ബേക്ഡ് കഴിഞ്ഞിട്ട് എന്താ വന്നത്? Once again. Mir. Mir einen Kuchen ആണോ? Yeah, einen Kuchen. Meine Mutter, einen. Okay. എന്തുകൊണ്ട് ഐനനായി? അക്വസാറ്റീവില് മാസ്കുലിൻ. ഓക്കെ, വാട്ട് ഈസ് കുക്കിംഗ്? എ കേക്ക്. കേക്ക് എന്നുള്ളത് എന്തായിട്ട് മാറും? അക്വസാറ്റീവ് ആയിട്ട് മാറും. സോ മൈന മുട്ടർ ബേക്ഡ് മിർ einen Kuchen എന്ന് വരും. ഓക്കെ, യാ. ആൻഡ് അഗൈൻ ഫിഫ്ത് വൺ അർഷദ്. Bringt ihm dem Bruder einen new Kleid. ഓക്കെ, അവിടെ സെന്റൻസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ. ഹി ബ്രിങ്സ് ഹർ ബ്രദർ. ഓക്കെ, ഹിസ് ബ്രദർ എന്താ വരണ്ടേ? ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ എങ്ങനെയാ വന്നത്? Bringt ihm dem Bruder einen neuen Kleid. ആരെങ്കിലും ഈ സെന്റൻസ് കറക്റ്റ് ചെയ്തിട്ട് ഹിസ് ബ്രദർ എന്നാക്കിയിട്ടുണ്ടോ? ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ ഇത് ഹർ ബ്രദർ. ഹർ ബ്രദർ എന്നുള്ളതിൽ ഹർ എന്താണ് അർഷദ്? Dem Bruder. ഹർ ബ്രദർ എന്നുള്ളത് ഇയർ എന്നാണ്. ഇയർ എന്നാ വരേണ്ടത്. ഇയർ. ഓക്കെ, പൊസസീവ് പ്രോണോമൻ ആണ് ഹർ ബ്രദർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ അവിടെ പൊസസീവ് പ്രോണോമൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് രണ്ട് ഒബ്ജക്റ്റ് ആണുള്ളത്, ഹർ ബ്രദറും എ ന്യൂ ഡ്രസ്സും. ഇവിടെ ഹർ ബ്രദർ എന്നുള്ളത് അക്വസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ? Dative. ഡാറ്റീവ്. സോ ഇതെങ്ങനെയായിട്ട് മാറും? ഇയർ എന്നുള്ളത് എങ്ങനെയായിട്ട് മാറും? ഡാറ്റീവിൽ മാസ്കുലിൻ ഇയറം. ഇനി അടുത്തത് എ ന്യൂ ഡ്രസ് എന്നുള്ളത് എങ്ങനെയായിട്ട് മാറും? Ein neuer Kleid. Ein neuer Kleid. Neu. Okay, so it will be bringt ihrem Bruder ein neues Kleid. Okay, സെന്റൻസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. bringt ihrem Bruder ein neues Kleid. ഇനി ഹിസ് ബ്രദർ എന്നാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഹിസ് ബ്രദർ. ഹിസ് എന്നുള്ളതിന് പൊസസീവ് പ്രോണോമൻ seinem. Okay. Again, Neeraj, sixth one. Sie bestellen mir ein Buch. Yeah. Sie bestellen mir ein Buch. Okay, Buch. Yeah.
Seventh one again, Ranju. Okay. She opens me the door. Okay. Hmm. She opened Hmm. near their door. The opened near and അത് കഴിഞ്ഞിട്ട് Their door. their pure ആണോ അതോ the pure ആണോ? There ആകില്ല madam. അതെന്തുകൊണ്ടായി? ദ ഡോർ എന്നുള്ളത് ഇവിടെ അക്യുസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ? വാസ്വേം റൂൾ അപ്ലൈ ചെയ്ത് നോക്കൂ. അക്യുസാറ്റീവ്. അക്യുസാറ്റീവിൽ ഏത് ജെൻഡറിലാണ്? ഏത് ജെൻഡറിൽ മാത്രമേ ആർട്ടിക്കിൾ ചേഞ്ച് ആവുള്ളൂ? അക്യുസാറ്റീവിൽ ഏത് ജെൻഡറിലാണ് മാറാ ആർട്ടിക്കിള്? മാസ്കുലിനിൽ മാത്രം മാറുള്ളൂ അല്ലെ? വേറെ ഒരു ജെൻഡറിലും അക്യുസാറ്റീവില് ചേഞ്ച് ഇല്ല. ഓക്കെ, ദാറ്റ്സ് വൈ ദി പ്യോർ എന്ന് തന്നെ വരും. സി ഓഫ് നെറ്റ് മിയർ ദി പ്യോർ. ഓക്കെ, മാസ്കുലിൻ മാത്രം ചേഞ്ച്. അതൊന്നുകൂടെ പറയോ? ഓക്കെ, സി ഓഫ് നെറ്റ് മിയർ ദി പ്യോർ. സി ഓഫ് നെറ്റ് മിയർ ദി പ്യോർ. Okay. Now again, Neeraj. Last one. Ich gibt dem Junge ein Rotfahrrad. ഇഷിന്റെ കൂടെ why gift? ഇഷിന്റെ കൂടെ Sorry. geben. Gebe. Ich gebe. Once again. Ich gebe dem Junge ein Rotfahrrad. Yeah, ich gebe dem Junge ein Rotfahrrad എന്ന് വരും. Ich gebe dem Junge ein Rotfahrrad. Okay. Yeah. So ഇത്രയൊക്കെയാണ് വരുന്നത്. മൂന്നാമത്തെ ഒന്ന് പറയാം madam. Ich kann dir ein schön Hotel empfehlen. Ich kann dir ein schön Hotel empfehlen. Okay. Yeah. വേറെ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആ ക്വസ്റ്റ്യൻ ഹിസ് എന്നല്ല പറഞ്ഞത്, ഹി ബ്രിങ്സ് ഹിസ് ബ്രദർ. ഓക്കെ, ക്വസ്റ്റ്യൻ ബിൽഡ് ചെയ്തതിലൊരു ഇത് വന്നതാണ്. നിങ്ങൾക്ക് അവിടെ ചേഞ്ചസ് വരുത്തണേൽ വരുത്താം. ഡ്രസ് എന്നുള്ളത് ഷർട്ട് ആക്കി മാറ്റാം, അങ്ങനെയൊക്കെ ചേഞ്ച് വരുത്താം. ഓക്കെ, വേറെ വല്ലതും ഡൗട്ട്സ് ഉണ്ടോ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ? തേർഡ് ഒന്നുകൂടി പറയോ? Ich kann dir ein schön Hotel empfehlen. Okay. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ ഞാൻ ഈ ടോപ്പിക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ വാസ് നെയിം റേഗിൾ പഠിച്ചു. വാസ് നെയിം റേഗിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സെന്റൻസിൽ 2 ഒബ്ജക്ട്സ് വരാണ് വിത്തൗട്ട് പ്രപ്പോസിഷൻ. അപ്പൊ നമ്മൾ വാസ് നെയിം റേഗിൾ അപ്ലൈ ചെയ്യും. വാസ് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് അക്യുസാറ്റീവ് ആയിട്ടും, അതുപോലെ തന്നെ വെയിം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ടും മാറും. ഇതാണ് നമ്മളിപ്പോ ബേസിക്കലി പഠിച്ചത്. സോ ഈ ഒരു പാട്ടിലുള്ള ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഒരു ചെറിയ സ്പീക്കിംഗ് ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. സ്ക്രീൻ. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്ന ചാറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. ചാറ്റ് ബോക്സിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് Was haben Sie am Wochenende gemacht? What is Wochenende? Wochenende. Weekend. Weekend. So was haben Sie am Wochenende gemacht? എന്താണ് ആ ക്വസ്റ്റ്യന്റെ മീനിങ്? വീക്കെൻഡിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
നിങ്ങൾ ചെയ്തത് ചെയ്യുന്ന ജോലി. ചെയ്തത് ഇറ്റ്സ് എ ആ, പാസ്റ്റ്. ചെയ്തത്. എന്താണ് ഓക്കെ. നിങ്ങൾ Past. വീക്കെൻഡിൽ What have you done on the weekend? Gemaakt ചെയ്തത്? gemaakt അർത്ഥം gemaakt done. Okay, Done, do okay. എന്നുള്ളതിന്റെ പാസ്റ്റ്. Okay. സോ ക്വസ്റ്റ്യൻ ഇസ് വാസ് ഹാബൻ സി am Wochenende gemacht എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കറിയാം വീക്കെൻഡിൽ നമുക്ക് ചെയ്യാൻ ഓരോരുത്തർക്കും പല ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസിന്റെ റെഫറൻസ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് lange schlafen. Lange schlafen എന്ന് വെച്ചാൽ to sleep long. Okay. Next one is lange im Bett liegen. That is stay in bed for long. Ini früh aufstehen. Get up early. Früh aufstehen. Next one is an den See fahren. An den See fahren. Go to the sea. Ein Buch lesen. Read a book. Next one is Freunde einladen. Invite friends. Abends Fernsehen. Watch TV in the evening. Emails schreiben. To write email. Etwas mit den Eltern unternehmen. Okay, to do some activities with your parents. Next one is zu viel Geld ausgeben. Spend a lot of money. Wäsche waschen. To do laundry. Pizza backen. കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിലും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പിക്ചേഴ്സ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ins Kino gehen, Sport, lernen, Fernsehen, arbeiten, auf der Couch liegen, lesen, shoppen gehen അല്ലെങ്കിൽ einkaufen gehen, പാർട്ടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. So what you have to do is, your question is, was haben Sie am Wochenende gemacht? Okay, നിങ്ങൾ എന്താണ് വീക്കെൻഡിൽ ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് വീക്കെൻഡിൽ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, സോ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടല്ല. മാം, ഇത് ഓരോ ദിവസങ്ങൾ പറയണോ? അതായത് ഇന്ന് ഞാൻ കണ്ടതിൽ ഇത് ചെയ്തു. ഇറ്റ് ഈസ് ജസ്റ്റ് വീക്കെൻഡ്. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സാറ്റർഡേ ഓ, സൺഡേ. ഫ്രൈഡേ. നമുക്ക് ഓക്കെ. നമ്മുടെ വീക്കെൻഡ്സ് നമുക്ക് എന്നാണോ ആ ഒരു ഓഫർ ഉള്ള ദിവസം ആ രീതിയിൽ പറഞ്ഞാൽ മതി. വീക്കെൻഡിൽ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ Wochenende habe ich. ഓക്കെ, habe ich എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയാണ്, ഓൺ വീക്കെൻഡ് ഐ സ്ലെപ്റ്റ് ലോങ് എന്നുള്ള രീതിയിൽ എങ്ങനെ എനിക്ക് പറയാം? Wochenende habe ich lange geschlafen. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ലാസ്റ്റ് വീക്കെൻഡിൽ എന്ത് ചെയ്തു എന്നുള്ള പറയണ്ടേ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇത് പറയുമ്പോൾ നിങ്ങൾ എന്താക്കണത്? പാസ്റ്റ് ടെൻസിൽ എഴുതണം. ഓക്കെ, സോ ഞാനിപ്പോ അത് പറയുമ്പോ ഇങ്ങനെയായി മാറി Wochenende. Let me type it 1 second. അങ്ങനെയാണ്. പാർട്ടിസിപ്സ് ആയി വെച്ചിട്ട് എഴുതാം. മാം, ഈ ആം തുടങ്ങുമ്പം ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ? സെന്റൻസ് തുടങ്ങുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ആക്കാം. ഞാനിത് ഫാസ്റ്റ് ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ വരുന്നത്. സോ അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ലാസ്റ്റ് വീക്കെൻഡ് ഐ സ്ലെപ്റ്റ് ലോങ് എന്ന് പറയുകയാണെങ്കിൽ am Wochenende habe ich lange geschlafen. ഓക്കെ, ഞാൻ അവിടെ എന്താക്കി മാറ്റി? schlafen എന്നുള്ളതിനെ പാസ്റ്റ് ആക്കി മാറ്റി അല്ലെ. Wochenende habe ich lange geschlafen. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ spazieren gehen, go for a walk. ഈ സെന്റൻസ് നിങ്ങൾ ഫാസ്റ്റിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ ഇപ്പൊ സെന്റൻസ് ഇങ്ങനെയാണെങ്കിൽ, on weekend I went for a walk എന്നാണെങ്കിൽ, I went for a walk, എങ്ങനെയായിരിക്കും സെന്റൻസ് വരിക? am Wochenende habe ich അതാണ് പോയിന്റ്. ഹാബ് അല്ല, ഏതാണ് വരിക? am Wochenende bin ich gegangen. ഗേഹന്റെ പാസ്റ്റ് ടെൻസ് ആണ് gegangen. am
യെസ്, വെരി ഗുഡ്. അതാണ് ഞാനിപ്പം നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വെച്ച പോയിന്റ്. ദാറ്റ് ഇസ് നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ മൂവ്മെന്റ് ആൻഡ് നോൺ മൂവ്മെന്റ് തിങ് അവിടെ എന്ത് വരും, ഹബനും സൈനും മാറിക്കൊണ്ടിരിക്കും. സോ അതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. am Wochenende, bin ich spazieren gegangen. മാഡം എല്ലാം ഓരോ സെന്റൻസ് എഴുതുമ്പോഴും നമ്മളിപ്പോ ഇത് ഇങ്ങനെ പറയുമ്പോൾ എല്ലാത്തിനും ആ മോഹനുണ്ട് എന്ന് പറയണോ? എല്ലാത്തിലും നിങ്ങൾ പറയണ്ട, ബട്ട് നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണ്, നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്, വീക്കെൻഡിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന് ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെ പറയാം, വീക്കെൻഡിൽ ഞാൻ ഇത് ചെയ്തു എന്നുള്ള രീതിയിലല്ലേ പറയാം. ദാറ്റ്സ് വൈ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ ചോദിച്ച ക്വസ്റ്റ്യന് ഒരു സെന്റൻസ് അല്ല, മോർ ദാൻ വൺ സെന്റൻസ് ആണ് നിങ്ങൾ റിപ്ലൈ തരുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെന്റൻസിൽ മാത്രം am Wochenende എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ബാക്കിയുള്ളത് എന്താ നിങ്ങൾക്ക് അങ്ങനെ വേറെ പറയാം. ഓക്കെ, സോ നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സസൈസ് ഇതാണ്. നമ്മൾ ഈ സ്പീക്കിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. Was haben Sie am Wochenende gemacht? That is question for you. So I'll give you 5 minutes. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്യാം, വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ദെൻ വിൽ ഡിസ്കസ്. ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട് അല്ല, പിന്നെ ഒരു സംശയം. ഈ ഹാബേഷ് എന്നുള്ളത് ഇഷ്ഹാബ് എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? വെരി ഗുഡ്, അതും പറ്റും. നമുക്കറിയാം സബ്ജക്റ്റ് പൊസിഷൻ എവിടെയാണ്, ഫസ്റ്റും വരാം തേർഡും വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇഷ്ഹാബ് എന്ന് വരുമ്പോ എന്തായിട്ട് മാറും, am Wochenende തേർഡ് പൊസിഷനിൽ വരും. ഇഷ്ഹാബ് am Wochenende എന്നും വരും. ഓക്കെ, ബോത്ത് ആർ ഫൈൻ. Okay, then let's do this. I'll give you 5 minutes. Correct. 11 നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ മെറ്റൽസ് മാത്രം യൂസ് ചെയ്യണ്ട. നിങ്ങൾക്ക് വേറെ നിങ്ങൾ ചെയ്ത വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ,
Okay, let's start now. Yeah. So, Arshad. Am Wochenende habe ich Salat gegessen. Okay. Zeg, am Wochenende habe ich Salat gegessen. Very good. Neeraj, was haben Sie am Wochenende gemacht? Am Wochenende habe ich Fußball gespielt und bin ins Kino gegangen. Okay, sehr gut. Jetzt, Renju, was haben Sie am Wochenende gemacht? Renju? Renju? മ്യൂട്ട് ചെയ്തിരിക്കുവായിരുന്നു, സോറി. Okay, that's fine. Ich möchte etwas mit den Eltern unternehmen. Okay, the thing is, ഇവിടെ നമ്മൾ പാസ്റ്റിലാണ് പറയുന്നത് അല്ലെ? ഇഷ് മ്യോഷ്ത മീൻസ് ഐ വുഡ് ലൈക്ക് ടു. ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, സോ നമ്മൾ പാസ്റ്റിലാണ് പറയേണ്ടത്. ഇയാള് ലാസ്റ്റ് വീക്കെൻഡിൽ പേരൻസിന്റെ കൂടെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ എങ്ങനെയാ പറയാ? പാസ്റ്റിൽ am Wochenende etwas mit den ഫാസ്റ്റിൽ Eltern. പറയുമ്പോൾ നമ്മള് ഫാസ്റ്റിൽ പറയുമ്പോൾ ഉണ്ടർനെയ്മൻ എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അത് നമ്മൾ സ്വയിലേക്ക് ആക്കണം. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് വേർബും യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും വരാ? ഓക്കെ മാം. അപ്പൊ അതെങ്ങനെയാ മാഡം വരുന്നത്? ഞാൻ ടൈപ്പ് ചെയ്തുതരാം. Wochenende habe ich etwas mit den Eltern untergenommen. Okay. Am Wochenende habe ich etwas mit den Eltern untergenommen. അല്ലെങ്കിൽ etwas mit meinen Eltern untergenommen എന്ന് പറയാം. Okay. The thing is, നമ്മൾ പാസ്റ്റിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. സോ നമ്മൾ അവിടെ എന്താക്കണം? പാസ്റ്റ് ടെൻസിലായിരിക്കണം എഴുതുന്നത്. മ്യോഷ്ടൻ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് പാസ്റ്റ്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഫ്യൂച്ചർ അല്ലേ? മാം ഇതിന്റെയൊക്കെ ഫ്യൂച്ചർ ആയിട്ടുള്ള അത് പാസ്റ്റിൽ എഴുതണം. പാസ്റ്റിലായിട്ട് എഴുതുന്നത് കുറച്ച് വേർഡ്സ് അയക്കാവും മാഡം. വേർബുകളോ? നിങ്ങളുടെ A1ന്റെ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ട്സ് ഉണ്ട്, രഞ്ജുവിന് അറിയുന്നുണ്ടാവും. ആ ഒരു നോട്ടില് നമ്മൾ ആൽഫബറ്റ്സ് ഒക്കെ പഠിച്ച് ആ നോട്ടില് അറ്റ് ദ വെരി എൻഡ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എന്താ പറയാ, ദിസ് തിങ് ഐ മീൻ വേർബ്സും അതിന്റെ പാസ്റ്റും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ചാർട്ട് അയച്ചു തരാം നിങ്ങൾക്ക്. A2യുടെ ഒരു ചാർട്ട് ഉണ്ട്, ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. ഓക്കെ, സോ ഇത്രയാണുള്ളത്. നമ്മൾ ഇനി ഡെയിലി സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കും. അക്കോർഡിംഗ് ടു ദ ടൈം നമ്മൾ ചെയ്യും. ടൈം ഉണ്ടെങ്കിൽ വിൽ ഡു ദാറ്റ്. ഓക്കെ, യാ. സോ ഹോംവർക്ക് ഞാൻ റിലേറ്റഡ് ടു ലാസ്റ്റ് ടോപ്പിക് ഞാൻ അയക്കാം. ഡു ദാറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ബിഫോർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, യാ. സോ ദാറ്റ്സ് ഓൾ ഫോർ ഒരു ടുഡേ. ചെറിയ ഡൗട്ട്. യാ, ചോദിച്ചോ. ഈ പ്രറ്റേരിട്ടവും പാർട്ടിസിപ്പിൾസ് വൈയും എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഈ മിക്ക സെന്റൻസിലും നമ്മൾ യൂസ് ചെയ്തത് പാർട്ടിസിപ്സ് വൈ ഫോം ആയിരുന്നു. പ്രറ്റേരിട്ട എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ബിക്കോസ് നിങ്ങൾ എനിക്ക് നീരജ്, നിങ്ങൾ A1 പഠിക്കുമ്പോൾ എല്ലാ വേർബ്സിന്റെയും പ്രറ്റേരിട്ടും പഠിച്ചിട്ടുണ്ടോ? സൈനും ഹാബയുടെ മാത്രം പഠിച്ചിട്ടുള്ളൂ. സൈനും ഹാബനും മാത്രം പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ പ്രറ്റേരിട്ടും യൂസ് ചെയ്യാത്തത്. ഓക്കെ. പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ പ്രറ്റേരിട്ടും അതാണ് A1ല് പ്രറ്റേരിട്ടും. Okay, we'll discuss that. Okay. അർഷദ്, A1 ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ചെയ്തത്? അല്ല, A2 പുതിയതായി ചേർന്നത്. ഓക്കെ. അർഷദിന് ഞാൻ നാളെ കുറച്ച് നോട്ട്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള അയച്ചു തരാം. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഞാൻ എന്നിട്ട് പറഞ്ഞു തരാം. എനിക്ക് മെസ്സേജ് ഒന്ന് അയച്ചാൽ മതി പേഴ്സണൽ. സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രറ്റേരിട്ടും പാർട്ടിസിപ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ,
പ്രിട്ടേരിട്ടും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു നരേഷൻ അല്ലെങ്കിൽ ഒരു ഫെയറി ടൈലൊക്കെ പറയുമ്പോഴാണ്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് കൂടുതലും നമ്മുടെ പ്രിട്ടേരിട്ടുമിന്റെ ഒരു യൂസ് വരുന്നത്. ഓക്കെ അതായത് സൈനിന്റെയും ഹാബന്റെയും അല്ലാതെ ബാക്കിയുള്ള വേർബ്സിന്റെ പ്രിട്ടേരിട്ടും ഫോം നമ്മൾ കൂടുതൽ ശതമാനം നമ്മൾ യൂസ് ചെയ്യുന്നത് പാർട്ടിസിപ്സ് വൈ ഫോം തന്നെയാണ്. ഓക്കെ അതാണ് അതിലൊരു വരുന്നൊരു ഡിഫറൻസ്. ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വേറെ പിന്നെ ഡൗട്ട്സ് ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം Yeah. ഒരു സംശയം. പ്ലീസ്. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പറയുമ്പോ സൈനും ഹാബനും ഒരുമിച്ച് വന്ന് എന്താ ചെയ്യാ? എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നമ്മള് പാർട്ടിസിപ്പിൾ സൈനിൽ പറയുമ്പോ രണ്ട് കാര്യങ്ങൾ പറയുമ്പോ ഒന്ന് ഹാബനിലും ഒന്ന് സൈനിലും വന്നാൽ എന്താ ചെയ്യാം? സ്റ്റിൽ എനിക്ക് ക്ലിയർ ആയില്ല. എനിക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരും. സൈനും ഹാബനും ഒരുമിച്ച് വരാന്ന് വെച്ചാൽ സൈൻ ഹെൽപ്പിംഗ് വേർബും ഹാബനും മെയിൻ വേർബും അങ്ങനെയാണോ? am wochenende habe ich Salat gegessen und പിന്നെ നമ്മൾ ഒരിക്കലും യാത്ര ചെയ്യുന്ന അതിൽ സൈൻ വെർബൽ യൂസ് ചെയ്യാം. അതിനുള്ള എക്സ്പ്ലനേഷൻ നീരജ് പറഞ്ഞുതരും. നീരജ് ഇപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞു. എന്തായിരുന്നു നീരജ്? Am Wochenende habe ich Fußball gespielt und bin ins Kino gegangen. ഓക്കെ, ഉണ്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഒന്നിൽ നമുക്ക് ഉണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു സെന്റൻസ് തന്നെ ബിൽഡ് ചെയ്യാം അവിടെ. ഇപ്പൊ ഇവിടെ നീരജ് പറഞ്ഞത് രണ്ട് സെന്റൻസും കണക്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അർഷദിന് എങ്ങനെ ചെയ്യാം? അങ്ങനെ am Wochenende habe ich Salat gegessen. ഓക്കെ, എന്നിട്ട് പിന്നെ എന്ത് പറയാ? ich bin auch ins Kino gegangen എന്നും പറയാം. രണ്ട് സെന്റൻസ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു കണക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാം? കണക്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, പിന്നെ അപ്പൊ ഒരു ഡൗട്ട് വരുന്നതായിരിക്കും. കണക്ടേഴ്സ് നിങ്ങൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. പിന്നെ ഒരു കാര്യം, ഇപ്പം നീരജ് പറഞ്ഞ സെന്റൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സെക്കൻഡ് സെന്റൻസ് പറഞ്ഞപ്പോ എന്ത് വന്നില്ല? ഇഷ് എന്നുള്ളത് പറഞ്ഞില്ല, ബിൻ ഇൻസ് കീനോ ഗിഗാങ്കൻ എന്നേ പറഞ്ഞോളൂ. ഓക്കെ, സോ രണ്ട് സെന്റൻസിലും സബ്ജക്ട് സെയിം ആയതുകൊണ്ട് അവിടെ സബ്ജക്ട് റിപ്പീറ്റ് ചെയ്തില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കണക്ടേഴ്സ് പഠിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഓക്കെ, കണക്ടേഴ്സിന്റെ റൂൾ പഠിക്കുമ്പോൾ ക്ലിയർ ആവും. Okay then, choose. Okay. Cheers. Yeah.